ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം പഠിക്കുവാനായിട്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം ഇടയാക്കല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ദൈവവചന പഠനം എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമുക്കതിനായിട്ട് നമ്മൾ സമയമെടുക്കുകയും ശ്രദ്ധിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ദൈവവചന പഠനം സാധ്യമാകുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ തിരക്കിനിടയിലൊക്കെ നമുക്കിതിന് സമയം ലഭിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും ചില പുസ്തകങ്ങളൊക്കെ വായിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നതിന് കാരണം. ആത്യന്തികമായിട്ട് നമ്മൾ വചനം പഠിക്കുന്ന നിമിത്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അറിവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം, നമ്മുടെ നിഷ്ഠകളിൽ മാറ്റം വരുത്തണം, നമ്മുടെ ഹാബിറ്റ്സിൽ ചേഞ്ച് വരുത്തണം. നമുക്കുള്ള പ്രത്യാശയും നമുക്കുള്ള വിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കണം. ഇതാണ് വചനപഠനം കൊണ്ട് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രധാന ഉദ്ദേശവും അതുതന്നെയാണ്. അതാണ് നമ്മൾ ഈ ആദിമ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിലുള്ള കാര്യങ്ങൾ അത് സഭയ്ക്കും എല്ലാ സഭകൾക്കും, ചരിത്രത്തിലുള്ള എല്ലാ സഭകൾക്കും, ഇന്ന് വർത്തമാനകാലത്തിലുള്ള സഭകൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടെ ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന് കാരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? യോഹന്നാന്റെ സമയത്തുണ്ടായിരുന്ന 7 സഭകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ 7 സഭകളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, സഭാ ചരിത്രത്തിലുള്ള 7 പ്രത്യേക വിഭാഗങ്ങളെക്കുറിച്ചും ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇന്ന് നിലവിലുള്ളതായിരിക്കുന്ന 7 വിധത്തിലുള്ള സഭയെക്കുറിച്ചും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഏറ്റവും അവസാനം കാണുന്നത് നമ്മുടെ ഒരു ലോക്കൽ സഭയിൽ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. ആ സഭയുടെ സ്വഭാവവും ആകാം, ആ സഭയിലുള്ള വ്യക്തികളുടെ സ്വഭാവവും ആകാം ഈ 7 സഭകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ 7 കാറ്റഗറി അല്ലെങ്കിൽ 7 സ്വഭാവമുള്ള സഭകളാണ് നമ്മളിനിയും പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് അവിടെ വിഷൻ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനം യോഹന്നാന് ലഭിക്കുകയാണ്. നമ്മൾ ആ ഭാഗങ്ങൾ ആദ്യമായിട്ട് വായിക്കുമ്പോൾ അത് നമുക്ക് 1:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ആമുഖമായിട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവിടെ യോഹന്നാൻ കാണുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യപുത്രനെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനമാണ് അവിടെ. 13-ാം വാക്യത്തിൽ, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തെ പൊൻകൊച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു എന്ന് കാണും. അവിടെ എ പേഴ്സൺ ലൈക്ക് സൺ ഓഫ് മാൻ, അല്ലെങ്കിൽ മനുഷ്യപുത്രനോട് സദൃശനായവൻ. മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാനായിട്ട് കഴിയും. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 100-ൽ പരം ഭാഗങ്ങളിൽ, അതിൽ കൂടുതൽ തന്നെ ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് മനുഷ്യപുത്രൻ എന്നുള്ളത് പല നിലകളിലും പല വ്യക്തികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യെഹെസ്കേലിനെ കുറിച്ച് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചന ദീർഘദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറ്റ് ഈസ് എ ടൈറ്റിൽ ഓഫ് എ ഹ്യൂമാനിറ്റി. ഒരു മനുഷ്യൻ എന്ന് പറയും, ഹ്യൂമൻ ബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ്സ് എ ടൈറ്റിൽ ഫോർ എ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന അർത്ഥം അതാണ്. എന്നാൽ അത് മാത്രമല്ല മനുഷ്യപുത്രൻ എന്നുള്ളതിന്റെ അർത്ഥം. സാധാരണ എല്ലാവരും മനുഷ്യൻ എന്നുള്ള നിലയിലാണ് എടുക്കുന്നത്, എന്നാൽ അതിൽ കൂടുതൽ അതിന് അർത്ഥങ്ങളുണ്ട്. രണ്ടാമത്തെ അർത്ഥം, ഇറ്റ് ഷോസ് ദ ഹ്യൂമിലിറ്റി, അതായത് താഴ്മയെ കാണിക്കുന്നതാണ്.
താഴ്മയെ കാണിക്കുന്ന ഒരു പദപ്രയോഗമായിട്ടാണ് മനുഷ്യപുത്രനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അത് സെക്കൻഡ് പേഴ്സൺ ഓഫ്, അതായത് ദൈവത്തിന്റെ രണ്ടാമനായിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യപുത്രനെ കുറിക്കുന്ന ഒരു വാക്കായിട്ടും യേശുക്രിസ്തുവിനെ കുറിക്കുന്ന ഒരു വാക്കായിട്ടും ഈ നമുക്ക് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും. മൂന്നാമതായിട്ട് അവന്റെ ദൈവത്വത്തെ കാണിക്കുന്ന, ഇത് നമ്മൾ ആരും സൃഷ്ടിക്കാത്തൊരു കാര്യമാണ്. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്വത്തെ കാണിക്കുന്നതാണ്, ഇറ്റ് ഈസ് അധികാരത്തെ കാണിക്കുന്നതാണ്. അവിടെ ഞാൻ പറഞ്ഞത് ഈ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നുള്ളതിനേക്കാളും അത് ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്ക് അവന്റെ പ്രൗഢിയെക്കുറിച്ച്, അവന്റെ ആ പറയുന്ന വ്യക്തിയുടെ മനുഷ്യപുത്രന്റെ അധികാരത്തെക്കുറിച്ച്, മേൽക്കോയ്മയെക്കുറിച്ചൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഹ്യൂമിലിറ്റി ഒരു സൈഡിലുണ്ടെങ്കിലും, താഴ്മ ഒരു സൈഡിലുണ്ടെങ്കിലും, ഒരു സൈഡിൽ അവന്റെ അതോറിറ്റിയും അവന്റെ അധികാരത്തെയും ഒക്കെ കാണിക്കുന്നതാണ്. പിന്നെ മനുഷ്യപുത്രൻ എന്നുള്ളതിന്റെ ഏറ്റവും വ്യത്യാസമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകടമായിരിക്കുന്ന ഒരു പ്രത്യേകത ദാനിയേൽ പുസ്തകത്തിലുള്ളതാണ്. ദാനിയേൽ 7-ാം അധ്യായത്തിൽ മനുഷ്യപുത്രനെ കാണുന്നുണ്ട്. അവിടെ വ്യത്യസ്തമായ നിലയിലാണ് മനുഷ്യപുത്രനെ കാണുന്നത്. അവിടെ നമ്മൾ മനുഷ്യപുത്രനെ കാണുന്നത് മഹിമ ധരിച്ചവനായിട്ടാണ്. മഹിമ ധരിച്ചവന് ആരാധന സ്വീകരിക്കുവാൻ അർഹനായിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ രാജ്യത്വം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവന്റെ ന്യായപാലനം, അവന്റെ ഭരണം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മനുഷ്യപുത്രൻ എന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിപ്പോഴും കാണുമ്പോൾ ഈ അർത്ഥമാണ് അവിടെ എടുക്കേണ്ടത്. എന്തർത്ഥമാണ് എടുക്കേണ്ടത്? അവന്റെ അധികാരത്തെക്കുറിച്ചും ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നവൻ എന്നുള്ളതെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് മനുഷ്യപുത്രൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് അപ്പോക്കാലിപ്റ്റിക്, ഞാൻ പറഞ്ഞല്ലോ, അപ്പോക്കാലിപ്സിസ് ലിറ്ററേച്ചറാണ്. മറിഞ്ഞിരിക്കുന്നതിന് മറ്റു പൊരുളുകൾ ഉപയോഗിച്ചുകൊണ്ട്, ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെളിപ്പെടുത്തുന്നതാണ് ഈ ലേഖനം. അപ്പോൾ ഈ ദാനിയേൽ പുസ്തകവും അതേപോലെ തന്നെ ആയതുകൊണ്ട് ആ ദാനിയേൽ പുസ്തകത്തിൽ ഏത് കോണ്ടെക്സ്റ്റിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് അർത്ഥമാകുന്നത്. സോ ഇത് മാത്രമല്ല, ഈ മനുഷ്യപുത്രനെ കുറിച്ച് അപ്പോക്രിഫ പുസ്തകങ്ങളെന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ ഉൾപ്പെടാത്തതായിരിക്കുന്ന പഴയ നിയമത്തിന്റെ അപ്പോക്രിഫ പുസ്തകങ്ങളുണ്ട്. അത് പലതുണ്ട്. മലാഖിക്ക് ശേഷം മത്തായിക്ക് മുമ്പായിട്ട് എഴുതിയതായിരിക്കുന്ന പുസ്തകങ്ങളിൽ ഈനോക്കിന്റെ പ്രവചനം അല്ലെങ്കിൽ ദർശനം എന്ന് പറഞ്ഞ പുസ്തകത്തിലും മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആധികാരികമായിട്ട് എടുത്തിട്ടില്ല, എന്നാലും ഇന്ന് കോണ്ടെക്സ്റ്റിൽ ഞാനത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ, മനുഷ്യപുത്രന്റെ, അവന്റെ അധികാരത്തെ കുറിക്കുന്ന, അവന്റെ മഹത്വത്തെ കുറിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് വായിക്കുമ്പോൾ നമുക്ക് അതിനോട് യോജിക്കുന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തുവിന്റെ 10 സവിശേഷതകളാണ് നമ്മളവിടെ കാണുന്നത്. എടുത്താൽ ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ പെട്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം. 10 ക്യാരക്ടറിസ്റ്റിക്സ്, 10 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അതെന്തൊക്കെയാണ്? ഒന്ന്, അവൻ മനുഷ്യനെ പോലെ പ്രത്യക്ഷനാവുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. വൺ ലൈക്ക് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രനോട് സദൃശൻ. അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് നിലയങ്കി ധരിച്ചവൻ എന്നുള്ളതാണ്. ആ ക്ലോത്ത് വിത്ത് എ ഗാർമെന്റ് ഡൗൺ ടു ദ ഫുട്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിലയങ്കി എന്ന് പറഞ്ഞാൽ മോൾ തൊട്ട് അടിവരെയും ഉള്ളതായിരിക്കുന്ന വലിയൊരു അങ്കിയെക്കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. ഞാൻ ഇംഗ്ലീഷിന്റെ ഓർഡറിലാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. നിലയങ്കി ധരിച്ച ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത്. നിലയങ്കി ധരിച്ചിരിക്കുന്ന, ക്ലോക്ക്ഡ് വിത്ത് എ ഗാർമെന്റ് ഫുള്ളി. അത് രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെയും ധരിക്കുന്നതായിരിക്കുന്ന റോബാണ്, അല്ലെങ്കിൽ ആ വസ്ത്രത്തെക്കുറിച്ചാണ് നമ്മളിവിടെ, അങ്കിയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയെയും രാജ്യത്വത്തെയും കാണിക്കുന്നതാണത്. ഇതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അവിടെ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ എന്നുള്ളതാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ പൊന്നിനോ അതിനൊന്നും നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉദാഹരണം അല്ലെങ്കിൽ ചില കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉടനെ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട, ഇനി നമ്മളൊക്കെ ഈ മാറത്ത് പൊൻകച്ചയൊക്കെ കെട്ടി പൗരോഹിത്യ വേഷത്തിലൊക്കെ വരണം, നിലയങ്കിയൊക്കെ ധരിക്കണം എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആ ഒരു വ്യക്തിത്വത്തെ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തെക്കുറിച്ചും ശക്തിയെയും കാണിക്കുന്നൊരു കാര്യമാണ്. അത് പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അത്
കർത്താവ് ഇന്ന് മഹാപുരോഹിതനാണ് എന്നുള്ളത് കാണിക്കുന്നത് കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് മഹാപുരോഹിതനാണെങ്കിൽ നമ്മളൊക്കെ ആരാണ്? പുരോഹിതന്മാരാണ്. അല്ലാതെ ലോകത്തിൽ ആർക്കും പുരോഹിതൻ എന്നുള്ളതായിരിക്കുന്ന നാമം ധരിക്കുവാനായിട്ട് അർഹതയില്ല. There is no division between laity and clergy. ഇത് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ കാണാൻ പോകുന്നുണ്ടത്. അപ്പോൾ നാമെല്ലാം പുരോഹിതന്മാരും നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ ഒരേ ഒരാളുള്ളത് കർത്താവുമാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ കഴിയും. പിന്നെ നമ്മൾ കാണുന്നത് തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള എന്ന് കാണും. നാലാമത്തേത് ഹെഡ് ആൻഡ് ഹെയർ ലൈക്ക് ഊൾ വൈറ്റ് ആസ് സ്നോ. അവിടെ അവന്റെ ഈ തലമുടി വെളുത്തതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും എന്താ അതിന്റെ അർത്ഥം. തലമുടി ഇത് കർത്താവ് വളരെ പ്രായമുള്ള ഒരാളാണ്, വലിയ വയസ്സായ ആളെന്ന്. അങ്ങനല്ല അതിന്റെ അർത്ഥം. തലമുടി നരയ്ക്കുന്നതും വയസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ചെറിയ ബന്ധമേ ഉള്ളൂ. ചെറുപ്പക്കാർക്കും നരയ്ക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള വർണ്ണനകൾ വെച്ചിട്ട് നമ്മൾ വേറെ വ്യാഖ്യാനം ഒന്നും അവിടെ നടത്തണ്ട. അവിടെ കാണുന്നത് പുരാതനായവൻ എന്നുള്ളതാണ്, അതായത് പണ്ടേ ഉള്ളവൻ എന്നുള്ളതാണ്. അത് അവൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നതാണ്. ദ മാൻ ഓഫ് ഏൻഷ്യന്റ് ഡേയ്സ്. നമ്മൾ ദാനിയേലിൽ വരുമ്പോഴവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവന്റെ പുരാതനനായ ദൈവം എന്ന് പറയുന്നത് അവന്റെ ആദിയില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ആരംഭത്തിലേ ഉള്ളവൻ എന്നൊക്കെ നമുക്കവിടെ അവന്റെ ആ വെളുത്ത തലമുടി കാണിക്കുന്നത്, വെളുപ്പ് കാണിക്കുന്നത്, തലമുടി വെളുത്ത പഞ്ഞി പോലെ കാണിക്കുന്നതൊക്കെയും അവന്റെ മഹത്വത്തെയും ഒക്കെ കാണിക്കുന്ന, അവന്റെ റൈറ്റസ്നെസ്, നീതിയെ കാണിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് നമുക്ക് എളുപ്പമാണ്. കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഓർത്തത്. എന്താ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഓർത്തത്? അത് ഗ്രീക്കില് ഈ കണ്ണിൽ നിന്ന് തീ പാറുന്നത് എന്നാണ് അർത്ഥം. അവിടെ അഗ്നിജ്വാല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിൽ നിന്ന് തീ പാറുന്ന ഒരു കണ്ണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെന്തായിരിക്കും? അവന്റെ ന്യായവിധിയെ കുറിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉപമകൾ എന്നുള്ളതേ ഉള്ളൂ. അവൻ ന്യായം വിധിക്കുന്നവനാണ്. പാപത്തിന് നേർക്ക് അവന്റെ കണ്ണുകൾ ഇങ്ങനെയാണ് ജ്വലിക്കുന്നത് എന്നുള്ളതാണ്. മഹത്വമൊക്കെ ഉണ്ട്, പക്ഷേ പാപത്തെ കാണുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് അഗ്നിജ്വാലയാണ് വരുന്നത്. ഇത് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറന്നുപോകും. പാപത്തിലൊക്കെ നമ്മളിങ്ങനെ ആഘോഷപൂർവ്വം സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്, അവന്റെ കണ്ണ് നമ്മുടെ നേർക്കുണ്ട്. അത് അഗ്നിജ്വാലയുടെ കണ്ണാണ്, തീ പാറുന്ന കണ്ണുകളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സഭയിൽ, പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തില് പാപത്തെ ദൈവം കാണുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ സഭയുടെ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം. അപ്പോൾ ഒരു സഭയെ നോക്കുമ്പോൾ അത് എത്ര പരിശുദ്ധമായിരിക്കണം എന്നുള്ള കളക്റ്റീവ്, എത്ര പരിശുദ്ധമായിരിക്കണം എന്നുള്ള ഒരുമിച്ച് അത് എത്ര പരിശുദ്ധമായിരിക്കണം എന്നുള്ളത് അവിടെ വളരെ വ്യക്തമാക്കുകയാണ്. ആൻഡ് ഹിസ് ഫീറ്റ്, അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. എന്തായിരിക്കും അതിന്റെ അർത്ഥം? നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവന് ജഡ്ജ്മെന്റിനെ കുറിക്കുന്നതാണ്, അവന്റെ അതോറിറ്റിയെ കുറിക്കുന്നതാണ്. അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അങ്ങനെയുള്ള കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നതും ആരാധിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും നമ്മൾ ആലോചിക്കണം. അടുത്ത് നമ്മൾ കാണുന്ന ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്നുള്ളത്. അവന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത, ഹിസ് വോയിസ്, അല്ലെങ്കിൽ ദ വേർഡ് ഓഫ് ഗോഡ്. അവന്റെ ശക്തി എന്ന് പറയുന്നത് അവന്റെ ദൈവത്വത്തിലാണ്. സകലത്തെയും സൃഷ്ടിക്കുവാൻ കഴിവുള്ള വാക്കുകളാണ് സൃഷ്ടിക്കാൻ കഴിയുന്നവൻ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസറിന് പുറത്ത് വരാതിരിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ശബ്ദത്തിന് മഹത്വമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് ശക്തി ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കർത്താവാണ് നമ്മൾ അവന്റെ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴൊക്കെ വളരെ കാഷ്വലായിരിക്കും നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഈ ശബ്ദം നമ്മുടെ കാതുകളിൽ ഓഡിബിളായിട്ട് നമ്മൾ കേൾക്കാത്തതുകൊണ്ട് ഈ വാക്കുകളുടെയൊക്കെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കത്തില്ല. നമ്മൾ കുടുംബ പ്രാർത്ഥന സമയത്തൊക്കെ നമ്മളിരുന്ന് വളരെ കാഷ്വലായിട്ട് വായിച്ചു പോകും. അങ്ങനെ വായിക്കണം, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. വായിക്കുക, റീഡ്, ബൈബിൾ വായിക്കണം, ഒത്തിരി വായിക്കണം. പക്ഷേ എന്നാൽ നമ്മളോട് ദൈവം കൽപ്പിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വാക്കുകളിലുള്ളത്. സ്പെസിഫിക് ആയിട്ട് മറ്റു സഹോദരനോട് സംസാരിച്ചു എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ വചനം എന്നുള്ളതല്ല, എന്നോട് സംസാരിക്കുന്നതാണ്. ഞാനത് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇടയിൽ പറയട്ടെ. ഇറ്റ് ഈസ് പ്യൂർലി പേഴ്സണൽ, ദ റിലേഷൻഷിപ്പ് വിത്ത് മീ ആൻഡ് ഗോഡ്. ദൈവവും ഞാനും തമ്മിലുള്ളത് പ്യൂർലി പേഴ്സണലാണ്.
ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എനിബഡി എൽസ്. എൻ്റെ പിതാവ് വലിയൊരു പ്രാസംഗികനായതുകൊണ്ടോ, എൻ്റെ മകൻ പ്രാസംഗികനായതുകൊണ്ടോ, എൻ്റെ ബ്രദർ പ്രാസംഗികനായതുകൊണ്ടോ, എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രാസംഗികരുണ്ടെന്നോ അല്ലെങ്കിൽ ആത്മീയരുണ്ടെന്നോ ഉള്ളതൊന്നും അല്ല കൺസിഡറേഷൻ. അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഇഫ് ഐ ആം നോട്ട് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്, എനിക്കാണ് പണിഷ്മെന്റ് വരുന്നത്, എൻ്റെ നേരെയാണ് ന്യായവിധി വരുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വിചാരിക്കല് എൻ്റെ കുടുംബ മഹിമയിൽ എൻ്റെ കുടുംബത്തിൽ ഇത്രയും പേരൊക്കെ ദൈവത്തെ സേവിക്കുന്നവരുണ്ട്, എൻ്റെ പിതാവ് ഒത്തിരി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്, ദൈവവും ഞാനും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധമാണ്. ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്. നമ്മളോട് ദൈവം സംസാരിക്കുന്നു, ആർ യു റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്? ദൈവത്തിന്റെ മുമ്പിൽ നീ ശരിയാണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. മറ്റുള്ളവർ ശരിയല്ല എന്നൊക്കെ പറയാൻ വളരെ നമ്മൾ എളുപ്പമാണ്. വി ആർ കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് മൈ ബിസിനസ്, ദാറ്റ് ഈസ് എ ബിസിനസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കാര്യമാണ് അത് നോക്കേണ്ടത്. എന്റെ കാര്യം നോക്കേണ്ടത് ഞാനാണ്. ഞാൻ ശരിയാണോ? ഞാൻ സഭയിൽ വരുന്നുണ്ടോ? ഞാൻ ദൈവവചനം കേൾക്കുന്നുണ്ടോ? ദൈവം എനിക്ക് തന്നിരിക്കുന്ന സമയത്തെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? ദൈവം എനിക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, എൻ്റെ ആരോഗ്യം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? ഞാൻ എത്രമാത്രം മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? എത്ര പേരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഉത്സാഹം കൊടുക്കുന്നുണ്ട്? ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇരുന്നിട്ട് ഇഫ് ഐ ആം നോട്ട് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ശരിയല്ലെങ്കിൽ, ആരുടെയൊക്കെ മുമ്പിൽ ശരിയായാലും ആരെയൊക്കെ ശരിയാക്കിയാലും ദാറ്റ് വിൽ നോട്ട് വർക്ക്. അത് ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അന്ന് സൃഷ്ടിയിൽ അവന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും അവന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. എന്നെ ടച്ച് ചെയ്യുന്ന, എന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ. അടുത്തത് വലം കൈയിൽ 7 നക്ഷത്രമാണ്. ഈ 7 നക്ഷത്രങ്ങൾ ഇവിടെ എല്ലാം നമുക്ക് 7 കാണാനായിട്ട് കഴിയും. 7 സഭകളെ കുറിക്കുന്ന 7 ദൂതന്മാരെ കാണാനായിട്ട് കഴിയും. 7 നക്ഷത്രങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവന്റെ അതോറിറ്റിയാണ് ഈ സഭകളിലെ മേല്. നക്ഷത്രങ്ങളൊക്കെ അവന്റെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞ ഹിസ് അതോറിറ്റി, അവന്റെ അധികാരത്തെ കുറിക്കുന്നതാണ്. ഈ 7 നക്ഷത്രങ്ങൾ ഒരുപക്ഷെ 7 ദൂതന്മാര് എന്നൊക്കെ നമ്മൾ ഇനി വായിക്കുന്നുണ്ട്. ഈ 7 ദൂതന്മാരും സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അത് ചിലര് ദൂതന്മാരെന്ന് തന്നെ പറയും, ലിറ്ററലി ദൂതന്മാരെന്ന് പറയുന്നവരുണ്ട്. അത് സഭയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന ചില വ്യക്തികളെന്നും എടുക്കുന്നവര് ഉണ്ട്. എനിവേ ചിലരതിനെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയാറുണ്ട്. അതായത് കാവൽ മാലാഖമാരെന്നുള്ള വാക്ക് നിങ്ങൾ ഒരുപക്ഷെ പ്രത്യേകിച്ച് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ മാലാഖമാർ ഓരോ സഭയ്ക്കും ഈ മാലാഖമാരുണ്ട്, ഏഞ്ചൽസ് ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു എന്നവരുണ്ട്. ഇവിടെ നമുക്ക് ഈ ഏഞ്ചലോളജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൂതശാസ്ത്രം എന്ന് പറയുന്ന ദൂതന്മാരെ കുറിച്ച് പഠിക്കുവാനായിട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിരിക്കുന്ന വാക്യങ്ങളാണ് ബൈബിളിലുള്ളത്. അതിൽ നിന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ദൂതന്മാരുടെ റോൾ എന്തൊക്കെയാണെന്നുള്ളതും ദൂതന്മാരുടെ ഫങ്ഷൻസ് എന്താണെന്നും ഇപ്പൊ എത്രമാത്രം അവർ ആക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതൊന്നും നമുക്ക് വളരെ അംബിഗ്വിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ വ്യക്തത ഇല്ലാതെ പറയാനായിട്ട് കഴിയില്ല, വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിന്റെ ദൂതന്മാര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ അടുക്കലും നമ്മളെ നോക്കുന്നവരായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പല റെഫറൻസുകളിൽ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ അതിനൊരു ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഒരു സഭയ്ക്കൊരു ദൂതനെന്നോ ഒരു വ്യക്തിക്കൊരു ദൂതനെന്നോ ഉള്ളതൊന്നും നമുക്ക് അധികം അങ്ങോട്ട് എംഫസൈസ് ചെയ്ത് പറയുവാനായിട്ട് കഴിയുകയില്ല. സോ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, അങ്ങനെ എങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ റെപ്രസെന്റ് ചെയ്യുന്ന, സഭകളെ റെപ്രസെന്റ് ചെയ്യുന്ന ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഭയത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ആ ദൂതന്മാരൊക്കെ നമ്മളെക്കുറിച്ചുള്ള റിപ്പോർട്ട് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. C.S. ലൂയിസിന്റെ ഒരു കൊച്ചു പുസ്തകമാണ്, ഒരു ചെറിയ പുസ്തകമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ സാത്താന്റെ പ്രവർത്തന പദ്ധതിയെ കുറിച്ച് അവൻ പറയുമ്പോൾ, ഒരു അമ്മാവൻ സാത്താന് അവന്റെ നെവ്യൂന് എഴുതുന്നതായിരിക്കുന്ന ലെറ്റേഴ്സ്, ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ അവർ രണ്ടുപേരും തമ്മിലുള്ള കുട്ടി സാത്താനും വലിയ സാത്താനും അല്ലെങ്കിൽ വലിയ പിശാചും കൊച്ചു പിശാചും അല്ലെങ്കിൽ വലിയ ഡിമണും കൊച്ചു ഡെമണും തമ്മിലുള്ളതായിരിക്കുന്ന കറസ്പോണ്ടൻസ് ആണ്. അത് കിട്ടുന്നവരതൊന്ന് വായിച്ചു നോക്കിയാൽ നല്ലത് പുസ്തകമാണ്. ഓടിച്ച് വായിക്കാന്നുള്ളത് 1 or 2 hours അത് വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണ്. സിമ്പിളാണ്. അപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കാൻ സിമ്പിളാണ്, പക്ഷേ ചിന്തിച്ച് വായിക്കുകയാണെങ്കിൽ വളരെ രസകരവും വളരെ നമ്മളെ ഡെപ്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിലെഴുതിയിരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ ഈ ദൂതൻ അവിടെ പറയുന്നത് ദൈവദൂതനെ കുറിച്ചല്ല, പിശാചിനെ കുറിച്ചാണ്. പിശാച് വളരെ വിദഗ്ധമായിട്ട് റിപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്.
ഞാൻ തിരുമല സഭയിൽ പോയിരുന്നു. ആ സഭയിൽ പോയപ്പോൾ അവിടെ സഹോദരന്മാർ ഇങ്ങനെയായിരുന്നു, ആ സഹോദരൻ ഇങ്ങനെയാണ് അമ്മാവ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ആ സഹോദരനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അമ്മാവൻ പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കുക, അതിനുള്ള സമയം വരും, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം വരും, ക്ഷമയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ പിശാച് അഡ്വൈസ് ചെയ്യുന്ന വളരെ നല്ല രസകരമായിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള, തിരുമല സഭയെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ഓരോ സഭകളെ കുറിച്ച് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് വിഷ്വലൈസ് ചെയ്യാറുണ്ട്. നമുക്ക് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ, പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ. ജോൺ ബെനിയന്റെ പുസ്തകമാണ്, വായിച്ചിട്ടില്ലാത്തവരെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അതൊക്കെ വായിച്ചു നോക്കണം. അപ്പോൾ അവിടെ നമുക്ക് അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ യാത്ര, വഴിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പോയി എത്തിച്ചേരുന്നത്, ഇതിനിടയിൽ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നവര്, ഇതൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് വിഷ്വലൈസേഷൻ. നമ്മൾ പല കാര്യങ്ങളും ഇമേജറി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ നമുക്കൊരു ദൂതനുണ്ടെങ്കിൽ ആ ദൂതന്റെ പേര് നമുക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ഈ മലയാളമൊക്കെ അറിയാവുന്ന ഒരു ദൂതനായിരിക്കും, ഇംഗ്ലീഷും അറിയായിരിക്കും കുറച്ചൊക്കെ. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് നമ്മളെക്കുറിച്ചൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇടയുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ നമുക്കൊരു ഭയം വരും. ചിലപ്പോൾ പെൺദൂതനും ഉണ്ടാവും, എന്തോ പറയുന്നത്, അവരും നിങ്ങളുടെ മധ്യേ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഇത് ഞാനൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്നുള്ളത് ഈ കൂടുതൽ ഇമ്പോർട്ടൻസ് എടുക്കരുത്. ഒരിക്കലും എന്നെ പിന്നെ പറയരുത് ദൂതനെ കണ്ടോ, ആരാണ് ദൂതൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കൽപ്പനയായിട്ട്, അല്ലെങ്കിൽ കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷനായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത് പിന്നെ കാണുന്നത്, വായിൽ നിന്ന് മൂർച്ചേറിയ ഇരുവായുത്തലുള്ള വാള് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ വചനം എത്രമാത്രം നമ്മളെ കീറിമുറിക്കുന്നതാണെന്ന് ആദ്യം പറഞ്ഞതിനുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 10ാമത്തെ കാര്യം, ഹിസ് ഫേസ് വാസ് ലൈക്ക് ദ ഷൈനിങ് ഇൻ ഇറ്റ്സ് സ്ട്രെങ്ത്. Eyes were like a flame of fire. Face was like the shining in his strength. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ, അല്ലെങ്കിൽ രൂപാന്തരം സംഭവിച്ചതായിരിക്കുന്ന മലയിൽ അവിടെ ചെല്ലുമ്പോൾ, ആ മലയിൽ കയറി നിൽക്കുമ്പോൾ അവര് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് അവിടെ കണ്ടത്. അപ്പോസ്തലന്മാര്, ശിഷ്യന്മാര് അവിടെ കണ്ടത്. പത്രോസും യോഹന്നാനും യാക്കോബും അവിടെ യേശുക്രിസ്തുവിന്റെ ആ മഹത്വത്തെ കണ്ടപ്പോൾ അവർ എന്തുമാത്രം ഭയന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് അത്ഭുതത്തോടെ അവർ നോക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ യോഹന്നാനാണ് ഇവിടെ വീണ്ടും മനുഷ്യപുത്രനെ കാണുന്നത്. അപ്പോ ഹി കുഡ് റെക്കഗ്നൈസ് ഈസിലി. അന്ന് ഞാൻ ട്രാൻസ്ഫിഗറേഷനിൽ അവിടെ മറുവ് മലയിൽ കണ്ട യേശുക്രിസ്തു ആണല്ലോ, അതിനേക്കാളും ഒരുപക്ഷെ പ്രതാപത്തില്, അതിനേക്കാളും പ്രകാശത്തിലിരിക്കുന്നല്ലോ എന്നുള്ളത്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള അസംഷനിലാണ്. യൂട്യൂബിൽ എന്നെ കേൾക്കുന്നവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ട് ഇതെല്ലാം അറിയാമെന്നുള്ള ആ ബേസിക് ലെവലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നൗ ഗോ ഫോർവേഡ്, മുമ്പോട്ട് പോകാം. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എവിടെയെങ്കിലും ഞാൻ സ്പീഡ് ലോ ആക്കണമെങ്കിൽ ഞാൻ ചെറുതാക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി യോഹന്നാന്റെ റിയാക്ഷൻ എന്താണ്? 1:17 നമ്മൾ വായിക്കുമ്പോൾ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇതാണ് ഹിസ് റിയാക്ഷൻ. കർത്താവിന്റെ ദർശനം, കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന് വരുന്നതായിരിക്കുന്ന ആ ചിന്ത അല്ലെങ്കിൽ ആ ഭാവം എന്തായിരിക്കും? അവിടെ ടെറിഫൈഡ്, ഹി വാസ് ടെറിഫൈഡ്. അവൻ പേടിച്ചുപോയി, കർത്താവിന്റെ മഹത്വത്തെ കണ്ടപ്പോൾ പേടിച്ചുപോയി. എന്നാൽ ഇന്ന് പലരും ദർശനം കാണുന്നുണ്ട് അല്ലെ. പലരും പറയാറുണ്ട്, ഞാൻ യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ടു, യേശുക്രിസ്തു വന്നു എന്നുള്ളത്. ബട്ട് there is no, അവരാരും ടെറിഫൈ ആയിട്ട് കണ്ടിട്ടില്ല. ചിരിച്ചോണ്ടാ വരുന്നത്, സന്തോഷത്തോടാ വന്ന് പറയുന്നത്, ഞാൻ കർത്താവിന്റെ ദർശനത്തിൽ കണ്ടു എന്നുള്ളത്. എന്നാൽ ദർശനത്തിൽ കർത്താവിനെ കണ്ടിട്ടുള്ളവരെല്ലാം മരിച്ചവരെ പോലെ ആവുകയാണ്. നമുക്കവിടെ ഇത് പഴയ നിയമത്തിലെ റെഫറൻസ് നമുക്കുണ്ട്. അവിടെ ദാനിയേലിനുണ്ടായ മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ എസെക്കിയേലിന്, മനോഹയ്ക്ക്, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ പോയാൽ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ആ റെഫറൻസിലേക്ക് പോകുന്നില്ല. കർത്താവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, കർത്താവിനെ ശരിക്കും കണ്ടു കഴിയുമ്പോഴൊക്കെയും നമ്മളിൽ ഉണ്ടാകുന്നത് ഭയമാണ്. ബഹുമാനത്തോടെ റെസ്പെക്ട്ഫുള്ളായിട്ട് നമുക്കുണ്ടാകുന്നത് അവനെക്കുറിച്ചുള്ളതൊരു ഭയമാണ്.
എന്ന് പറഞ്ഞാൽ ഈ അവന്റെ ശരിക്കും മഹത്വത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരാണെന്നും നമ്മൾ എത്ര കുറവുള്ളവരാണെന്നും നമ്മുടെ പാപ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ ബലഹീന അവസ്ഥയെക്കുറിച്ചും നമ്മൾ എത്ര താഴ്ചയുള്ളവരാണ് എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഈ യേശുക്രിസ്തുവിന്റെ അവന്റെ ദർശനം എന്ന് പറയുന്നത്. സോ ഈ യേശുവിനെയാണ് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ കർത്താവിനെയാണ് നമ്മൾ സ്വർഗത്തിൽ പോയി കാണാൻ പോകുന്നത്. നമ്മൾ വളരെ കാഷ്വലായിട്ട് ഈസി ആയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ നീ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്കായിട്ട് നന്ദി പറയുന്നു, ഞാൻ ഇന്ന് മരിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാ കർത്താവിൻ്റെ മുമ്പിൽ പോവുകയാണ്, ഞാൻ അവനെ മുഖാമുഖമായിട്ട് കാണും. എന്തൊരു പ്രത്യാശയാണ്, എന്തൊരു സന്തോഷമാണ് നമുക്കത് പറയുമ്പോൾ അല്ലേ, മുഖാമുഖമായിട്ട് കാണും എന്നുള്ളത്. എന്നാൽ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുഖാമുഖം കാണുമ്പോൾ നമുക്ക് കാഷ്വലായിട്ട് പറഞ്ഞു പോകാൻ കഴിയുന്നൊരു കാര്യമല്ല. മുഖാമുഖമായിട്ട് കർത്താവിനെ കാണുമ്പോൾ അവന്റെ മഹത്വത്തെയാണ് കാണാൻ പോകുന്നത്. ഒന്നുകൂടെ ഒരു വ്യക്തത വരുത്താം. യേശുക്രിസ്തുവിനോട് സദൃശ്യരായിട്ട് നമ്മളെല്ലാം മാറുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? ആണല്ലോ അല്ലേ? ആരും ഉറങ്ങിയില്ലല്ലോ. അപ്പോ അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ എനിക്കുമുണ്ടാകും പ്രകാശം, എനിക്കുമുണ്ടാകും ശോഭ, ഞാൻ അവനെ പോലെ ആയിരിക്കും. ശരിയാണ്. പക്ഷേ ആരാധന നടക്കണമെന്നുണ്ടെങ്കിൽ എന്നെക്കാളും മഹത്വധാരി ആയിരിക്കണം ആര്? ഞാൻ ആരാധിക്കുന്ന വസ്തു ആണോ? ലോജിക്കലി ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോയി യേശുവിനെ കാണുമ്പോൾ ഞാൻ യേശുവിനെ പോലെ ആണെന്ന് ഒരിക്കലും അവൻ എന്നെ പോലെ മഹത്വത്തിലായിരിക്കും ഞാൻ കാണാൻ പോകുന്നതെന്ന്. അവൻ മഹത്വധാരി എന്ന് പറയുമ്പോൾ അവനെ ഞാൻ കാണാനാകത്ത് പോകുന്ന വേറൊരു ഡയമെൻഷനിലായിരിക്കും. അവന്റെ ഹ്യൂമാനിറ്റിയിൽ ഞാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരുപക്ഷെ ഞാൻ ചേർന്ന് വന്നേരാം. എന്നാലും അവന്റെ മഹത്വവും അവന്റെ ദൈവത്വവും ഒക്കെ നമുക്കൊന്ന് അളവ് ഉറച്ച് ഒന്ന് കാണാനായിട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആരാധന അറിയാതെ വരുന്നതാണ്. അതങ്ങനെ സംഭവിക്കുന്നതാണ്. കാരണം എന്നെക്കാളും ബലവാനായിരിക്കുന്ന, എന്നെക്കാളും ശക്തനായിരിക്കുന്ന, എന്നെക്കാളും മഹത്വമുള്ള ഞാൻ ഒന്നുമല്ലാത്ത രീതിയിൽ അവന്റെ മുമ്പിലേക്ക് വീഴുന്ന രംഗം. അതാണ് മൂപ്പന്മാരൊക്കെ സംഭവിച്ചത്. എന്തു പറ്റി? തങ്ങളുടെ കിരീടങ്ങളെയൊക്കെ ഇട്ട്, ഇനി നമ്മൾ വായിക്കാം, വെളിപ്പാട് പുസ്തകം വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. അവർ വീഴുന്നതിന് കാരണം അതാണ്. ഇറ്റ് സോ ഹാപ്പൻസ്, അതങ്ങനെ നടക്കുന്നതാണ്. അതാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ഒന്ന് ആരാധിക്കട എന്ന് പറയുന്ന കുത്തുന്നതല്ല. നമ്മുടെ ഒക്കെ സഭകൾ ചെയ്യുന്ന പോലെ അടുത്തിരുന്നിട്ട് കുത്തും. നമ്മൾ എന്ത് പറയും? ഒന്ന് ആരാധിക്കട എന്ന്. ഇതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളൊന്ന് കുത്തും. നമ്മൾ പറയും നീ ഒന്ന് എഴുന്നേറ്റൊന്ന് 2 വാക്ക് പറഞ്ഞേ എന്ന്. ദേ മേ ഡു ഇറ്റ്. പക്ഷേ ഇത് സംഭവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നിറയുമ്പോൾ നമ്മളിൽ അറിയാതെ വരുന്നതാണ്. അറിയാതെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്റെ അജ്ഞതയിൽ വരുന്നതല്ല. അറിയാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ഐ വിൽ ബി പ്രോംപ്റ്റഡ് ടു ഡു ദാറ്റ്. ഒന്ന് മഹത്വപ്പെടുത്താനായിട്ട് തോന്നും, ദൈവത്തെ ആരാധിക്കാൻ തോന്നും. വാക്കുകളാൽ പറയാൻ പറ്റും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവനെ ആരാധിക്കാനായിട്ട് കഴിയും. എല്ലാ കാര്യങ്ങളും മറന്നിട്ട് അവന്റെ ശോഭ കാണുമ്പോൾ എനിക്ക് മറ്റെല്ലാം അപ്രസക്തമാണ്. രാത്രി വണ്ടി ഓടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, മുമ്പിൽ വരുന്നവന് ആ LED ലൈറ്റ് ഇട്ടൊന്ന് ഗ്ലോ ചെയ്യുമ്പോഴത്തേനും നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒറ്റ പരിസരത്ത് ഒരു കാര്യം കാണാൻ പറ്റത്തില്ല അല്ലേ? ഇതേപോലെ ആയിരിക്കും നമ്മൾ ആരാധനയ്ക്കിരിക്കും. കർത്താവിന്റെ മഹത്വത്തെ കാണുമ്പോൾ നത്തിങ് എൽസ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല, അപ്രസക്തമാണ്. അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു ആരാധന ഏറ്റവും മഹത്വമുള്ള ആരാധന എന്ന് പറയുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ വളരെ ഹയർ ലെവലിലുള്ളൊരു വർഷിപ്പായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ തുറന്നു പോകുമ്പോൾ അവിടെ പറയുക അഷുറൻസ് ഓഫ് ദ ലോർഡ്. അവന്റെ ഉറപ്പെന്താ? കർത്താവിന്റെ ഉറപ്പെന്താ? ഞാനാകുന്നു പിന്നെ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും മരിച്ചവനും ജീവനുള്ളവനുമാകുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അവയാം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ കവനന്റ് നെയിം ഓഫ് ദ ഗാഡ്. ദൈവത്തിന്റെ പേര് എന്ന് ദൈവം പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ പേരല്ലത്. ഹി വാണ്ടഡ് ടു ഐഡന്റിഫൈ ഹിംസെൽഫ് എന്ന് പറയാൻ അവനോട് തന്നെ ഉപമിക്കുന്ന അയാം, ഞാനാകുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നത്തിങ് എൽസ് ഇസ് ദേർ ടു കമ്പയർ. ഒന്നുമില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദാറ്റ് ഷോസ് ഹിസ് എറ്റേണിറ്റി. നമുക്ക് എളുപ്പം മനസ്സിലാകും. അവന്റെ നിത്യതയെ കുറിക്കുന്നതാണ്. ഹി ഓൺലി വിൽ റിമെയിൻ. അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദ ലിവിങ് വൺ, ഗോഡ് ഈസ് ദ എറ്റേണൽ. അപ്പോൾ അവൻ നിത്യനാണ്, അവൻ അൺകോസ്ഡ് ആണ്, കാരണമില്ലാത്തവനാണ്. അതായത് അവൻ ദൈവം ഉണ്ടാകാൻ ഒരു കാരണവുമില്ല. അതായത് ദൈവമുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഐ വാസ് ഡെഡ് ആൻഡ് ഐ ആം അലൈവ്.
അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി വന്നു, ഞാൻ മരിച്ചു, എന്നാൽ ഇന്ന് ഗ്ലോറിഫൈഡ്, ഇന്ന് മഹത്വധാരി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്കൊരു ഒരു ചിന്തിക്കുന്നവർക്കൊരു ഇഷ്യൂ വരും. ദൈവവചനം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് എല്ലാവർക്കും ദൈവം ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു പാർട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ വന്നത്. എനിക്കിത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, എനിക്കിത് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനുള്ള കൃപ തരും. ദൈവത്തിന്റെ വചനത്തിന്റെ ആ മാധുര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? വീണ്ടും വീണ്ടും ഞാൻ പോകുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കിയിരിക്കണം. ബിഫോർ ഐ ലീവ് ദിസ് വേൾഡ്. അപ്പോ ഇതൊന്ന് മനസ്സിലാക്കിയാല് എനിക്ക് കിട്ടുന്നതായിരിക്കുന്ന മാധുര്യത്തിന്റെ ഒരു അനുഭവമുണ്ടല്ലോ, അതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 30 വർഷമായി കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുക സഹോദരനോട്, വൈഫ് എങ്ങനെയാണ്, വൈഫിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഹസ്ബൻഡ്സും പറയും ഞാൻ ഇതുവരെയും വൈഫിനെ അല്ലേ, ഐ എം യെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹെർ, ഓർ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം പെരുമാറ്റത്തിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഓരോന്ന്. ഇതേപോലെ സഹോദരിമാർ പറയും, സഹോദരന്മാരെ കുറിച്ച്, ഹസ്ബൻഡ്സിനെ കുറിച്ച് പറയും. എന്ത് പറയും? അങ്ങേരെ ഇതുവരെ മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തെ എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 persons. എത്ര നാളായി കല്യാണം കഴിച്ചിട്ട്? ഇറ്റ് ടേക്സ് ലോങ് ടൈം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൂട്ടുകാർ, ഭാര്യയും ഭർത്താവിന്റെ വീട്, നമ്മുടെ കൂട്ടുകാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സഹോദരന്മാരെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ എത്ര വർഷങ്ങളായാലും നമ്മൾ കൂടുതൽ ഓരോ വർഷം പോകുമ്പോഴും ഓരോ പ്രാവശ്യം പറയും, ബാബുജോണെ പറ്റി ഇങ്ങനെ അല്ല ഞാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയത്തില്ലേ? എന്തുകൊണ്ടാ? ഇതുവരെയുള്ള എന്റെ നോളജ്, ബാബുജോണെ കുറിച്ചുള്ള എന്റെ നോളജ് ഇവിടെ വെച്ച് മാറി. ഒരു കോണ്ടെക്സ്റ്റില്, അൺഎക്സ്പ്ലോർഡ് ആയിരുന്ന, അറിയാതിരുന്ന ഒരു കോണ്ടെക്സ്റ്റില് ഞാൻ എന്റെ വേറൊരു സ്വഭാവം എടുത്തു കഴിയുമ്പോൾ പറയും, ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ ഈ ആയുസ്സിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് എത്ര സമയം എടുക്കും? ഇൻഫിനിറ്റ് ഡയമെൻഷനുള്ള ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ എത്ര നാളെടുക്കും? അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഈ വചനം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന കാര്യം. പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേന് സോ മെനി തിങ്സ്. ഇനി ജോൺ വാസ് ആസ്ക്ഡ് ടു റെക്കോർഡ് 3 things. 3 കാര്യങ്ങളാണ് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? നീ കണ്ടതും, ഇപ്പോൾ ഉള്ളതും, ഇനി സംഭവിക്കാനുള്ളത്. അപ്പോ ഇവിടെ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടാണ്. നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരോട്? വിച്ച് യു ഹാവ് സീൻ, നീ കണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, നീ വിച്ച് ആർ, എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് പറയാനാണ് ആദ്യത്തെ ഭാഗം നമുക്ക് തീർന്നിരിക്കുക. ഇനി നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്, ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ അടുത്ത ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സഭകളെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തുവിന്റെ ദർശനമാണ് 1-ാം അധ്യായം. അവിടെ നമ്മൾ ആരംഭത്തിൽ കണ്ടത് 13-ാം വാക്യത്തിൽ. പിന്നെ ഉള്ളത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ വരുമ്പോൾ 7 സഭകൾക്കുള്ള ദൂതാണ്. 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ 24 മൂപ്പന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന, അല്ലെങ്കിൽ കാണാൻ പോകുന്നത് ആ മിഡിലുള്ളതാണ്. മെസ്സേജസ് ടു 7 churches. 7 സഭകൾക്കുള്ള ദൂതാണ്. 7 സഭകൾക്കുള്ള ദൂതാണ് അവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ 7 സഭകൾ ഇതിന് രണ്ടിന്റെ ഇടയിൽ നിൽക്കുക. വിഷൻ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനെ കുറിച്ചും ഇവിടെ 24 ദൂതന്മാരുടെ ആ വിഷനും ഇടയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ, നമ്മളിപ്പോൾ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ കാണുമ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? അവിടെ എന്താ? എന്റെ വലങ്കൽ കണ്ട് 7 നക്ഷത്രത്തിന്റെ മർമ്മവും ഇത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അതിനു മുമ്പ് യേശുക്രിസ്തുവിനെ 13-ാം വാക്യത്തിൽ കാണുന്നത് ഹീസ് ഇൻ ദ മിഡ്സ്റ്റ്, സഭകളുടെ മധ്യത്തിലാണ്. ആ സഭകളുടെ മധ്യത്തിൽ നിൽക്കുന്ന യേശുക്രിസ്തു സഭകൾക്ക് നൽകുന്നതായിരിക്കുന്ന മെസ്സേജസ് ആണ് നമ്മൾ ഇനിയും കാണാനായിട്ട് പോകുന്ന ദൂതുകൾ. പിന്നെ നമ്മൾ കാണുന്നത് 24 മൂപ്പന്മാരാണ്. മഹുത്തീരി. അപ്പോ ഈ കൃപായുഗം അവസാനിച്ചതിന് ശേഷമുള്ള രംഗമാണ് 4-ാം അധ്യായത്തിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ
ഈ 2000 വർഷത്തെ ഈ സ്പാനില്, ഈ ഇടയില്, ഇത് മുൻപ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഇത് വ്യക്തമായി, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവർക്ക് ഒന്നുകൂടെ പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും അത് കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് പെന്തക്കോസ്ത് നാളില് സഭ രൂപീകൃതമായി. ആ സഭയുടെ കാലയളവാണ് നമ്മൾ കൃപായുഗം എന്ന് പറയുന്നത്, ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഈ കൃപായുഗം ഇനിയും എത്ര വർഷമുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇതുവരെ നമുക്കറിയാവുന്നത് ഏകദേശം 2000 വർഷത്തോളം ഇതുവരെ ആയി. എന്നാൽ ഈ കൃപായുഗം അവസാനിക്കും. ഇത് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസിൽ വരുന്ന കാര്യമാണ്. ഇതല്ലാതെ ഉള്ള തിയോളജിയും ഉണ്ട്, ഞാനതൊന്നും മറക്കുന്നില്ല. ഡിസ്പെൻസേഷണൽ തിയോളജി അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, കൃപായുഗം എന്ന് പറയും. അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് തിയോളജി ഉണ്ട്, ഓക്കെ, പഠിക്കാനായിട്ട് കഴിയും. ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ ഡിസ്പെൻസേഷണൽ തിയോളജിയിൽ വരുമ്പോൾ ഇത് കൃപായുഗമാണ്. ഈ കൃപായുഗത്തിന് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്ന സഭ എടുത്തുകൊള്ളപ്പെടുന്ന കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, ഇതൊക്കെയാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 7 സഭകൾ ഈ കൃപായുഗത്തിൽ ഈ 2000 വർഷമുള്ള സഭകളേക്ക് ആണല്ലോ. അതാദ്യമേ ഞാൻ പറഞ്ഞു. ആ സഭകൾ ഞാൻ പറഞ്ഞു 4 വിധത്തിലുണ്ടോ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ 7 പീരീഡ്സ് ആകാം, 7 സമയങ്ങളാകാം, അല്ലെങ്കിൽ 7 രീതിയിലുള്ള സഭകളാകാം. ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് നമ്മൾ 7 കാലഘട്ടങ്ങളാണ്. 7 കാലഘട്ടങ്ങളിലുള്ള സഭകളായിട്ട് നമുക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതേസമയം തന്നെ ആ സ്വഭാവം നമ്മുടെ സഭയിലും നമ്മളിലും ഉണ്ടോ എന്നുകൂടെ നോക്കുന്നത് നന്നായിരിക്കും. പിടികിട്ടിയോ? അപ്പോൾ ഈ 2000 വർഷത്തെ സഭാ ചരിത്രത്തെ നമ്മൾ 7 കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ 7 കാലഘട്ടങ്ങളിൽ ഉള്ള സഭകളുടെ സ്വഭാവത്തെ കുറിക്കുന്നതായിട്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ ദൂതുകളിൽ കാണാനായിട്ട് കഴിയും. അത് മാത്രവുമല്ല, നമ്മുടെ സഭകളിലുള്ള 7 ടൈപ്പിലുള്ള സഭകളും 7 നിലകളിലുള്ള വ്യക്തികളും ഉണ്ട്. ഞാൻ ഒരുപക്ഷെ ഈ 7 സഭകളുടെ ഈ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം എനിക്കുള്ള സ്വഭാവം. പിടികിട്ടിയോ? അപ്പോ അങ്ങനെയുള്ള 7 സഭകളെ കുറിച്ച് നമ്മൾ അതില് 3 എണ്ണം ഞാൻ താഴെ ആയിട്ടിരിക്കുന്ന 3 സഭകൾ ഹിസ്റ്റോറിക് പ്രസന്റ്, ചരിത്രപരമായി ഇന്ന് നിലനിൽക്കുന്നതും 4 എണ്ണം ചരിത്രപരമായി കഴിഞ്ഞുപോയതുമാണ്. ഇവിടെ ഇപ്പം നമ്മൾ കൂടുതൽ അവിടെ ശ്രദ്ധിക്കേണ്ട, അത് ഞാൻ ഇനിയും വരുമ്പോൾ ആ കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കാവുന്നതാണ്. അതായത് അത് ഓരോ വാക്കുകളുടെയൊക്കെ ഡീപ്പറായിട്ട് പോകുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അത്ര ഡീപ്പായിട്ട് പോകണ്ട, അത് പിന്നെ നമുക്ക് ഏതെങ്കിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എഫെസോസ് സഭയിലേക്ക് കയറാം. എഫെസോസ് സഭ, ആ സഭയെക്കുറിച്ചുള്ള ഒരു ഒറ്റ വാക്കിലുള്ള വർണ്ണനയാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ അപ്പോസ്തലിക് ചർച്ച്, ബാക്ക്സ്ലൈഡൻ ചർച്ച്. പിന്നോക്കം പോയ സഭ അല്ലെങ്കിൽ അയഞ്ഞ സഭ എന്ന് പറയാനായിട്ട് കഴിയും. എഫെസോസ് സഭയെക്കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് അപ്പോസ്തലിക് ചർച്ച്, പിന്നോക്കം പോയ സഭ. നല്ലൊരു അവസ്ഥയിൽ നിന്ന് പുറകിലോട്ട് പോയ സഭയാണ് എഫെസോസ് സഭ. അയഞ്ഞ സഭയാണ്, ലൂസായിരിക്കുന്ന അല്ലെങ്കിൽ അയഞ്ഞ നിലപാടുകൾ എടുക്കുന്ന സഭ. മനസ്സിലായല്ലോ? ഇതിപ്പം നമ്മുടെ സഭയും റിലേറ്റ് ചെയ്യാം. നമ്മുടെ സഭയെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഇപ്പോഴുള്ള സഭകളും നമ്മുടെ സഭയും ഒക്കെ നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നിനും ഓരോ കാറ്റഗറിയിലും അതിന്റെ ഓരോ സ്വഭാവങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവും. പിന്നെ എനിക്കുള്ള സ്വഭാവം അവിടെ കാണാൻ പറ്റും. എന്താ? പിന്നോക്കം പോയ സഭ എന്ന് പറയുമ്പോൾ ഞാനും പിന്നോക്കം പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഞാനും അയഞ്ഞ സ്വഭാവമുള്ളവര് ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഞാനവിടെ ചിത്രത്തിൽ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സഭകളൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന സഭകളാണ്. ഇസ്രായേൽ എവിടെയാണെന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. ഏറ്റവും താഴെ റെഡ് സീ എന്ന് കാണുന്നുണ്ട്. റെഡ് സീന്റെ മുകളിലോട്ട് വരുമ്പോഴാണ് ഇസ്രായേൽ. അവിടെ ജെറുസലേം എന്ന് എഴുതിയിട്ടുണ്ട്. കാണാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ജെറുസലേമിന്റെ മുകളിൽ പിന്നെ അന്ത്യോക്ക് കാണുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ 7 നക്ഷത്രങ്ങൾ അവിടെ വരച്ചിരിക്കുന്നത് കാണാമല്ലോ. ആ 7 നക്ഷത്രങ്ങളാണ് അവിടെ 7 സഭകൾ, അവരുടെ ഫിസിക്കൽ ലൊക്കേഷൻ, ആ സഭകളുടെ ഫിസിക്കലായിട്ട്. ഇന്നിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഭകളൊന്നും ഇല്ല. ഓക്കെ, അന്നത്തെ പിക്ചർ, അന്നത്തെ അതിന്റെ ലൊക്കേഷൻ ആയിരിക്കാം എന്നുള്ള ധാരണയിലുള്ള ലൊക്കേഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോ ഈ സഭകളെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓരോ സഭയെക്കുറിച്ച് പഠിക്കുമ്പോഴും ഇങ്ങനെ ഓർത്തു വെക്കാനും പഠിക്കാനായിട്ടും എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ആരാണ് ഇത് എഴുതിയത്? ദ കറസ്പോണ്ടന്റ്. ആരാണ് ഇത് എഴുതിയത്? അല്ലെങ്കിൽ എഴുതിയ ആളിന്റെ സ്വഭാവം.
എഴുതിയ ഈ എഴുത്തുകാരൻ്റെ ഈ ലെറ്റേഴ്സ് ആണല്ലോ, ലെറ്റേഴ്സ് കൊടുത്തു വിടുകയല്ലേ, അങ്ങനെയാണല്ലോ. പിന്നെ ഈ നഗരത്തെക്കുറിച്ച് പഠിക്കാം, പിന്നെ ഈ സഭയെക്കുറിച്ച് പഠിക്കാം, കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാം, സഭയ്ക്ക് നൽകുകയായിരിക്കുന്ന കമൻഡേഷൻ, പ്രശംസ എന്താണ്, അവരെക്കുറിച്ചുള്ള കുറ്റം എന്താണ്, അവരോടുള്ള കൽപ്പന എന്താണ്, ആജ്ഞ എന്താണ്, പിന്നെ വെല്ലുവിളി എന്താണ്. ഇതൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഇത് കവർ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഇനി നമ്മൾ ഇന്ന് തൊട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സമയമാകുന്നു, എന്നാലും ഞാൻ ആരംഭം മാത്രം നമുക്ക് കുറിക്കാം. ദ കറസ്പോണ്ടന്റ്, ഇതാരാണ് എഴുതിയിരിക്കുന്നത്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ ഓതർ. ഈ എഴുത്ത് ദൂതന് വഴി ഇവർക്ക് കൊടുക്കുന്നത്. സോ ആൻഡ് അവനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇനി അതിനു മുമ്പായിട്ട് അവിടെ ഞാൻ പറയാതെ, ചേർച്ച് പീരീഡ് AD 30 മുതൽ 100 വരെയുള്ളതാണ്. AD 30 എന്താണ്? 30 എന്നുള്ള വർഷം വളരെ കൃത്യമായതുള്ളതല്ല. പെന്തക്കോസ്ത് നാള് എന്ന് തൊട്ടോ, പെന്തക്കോസ്ത് നാളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് സഭ രൂപീകൃതമായിരിക്കുന്ന ആ ദിവസം, അന്ന് മുതൽ 100ാമത്തെ AD 100 വരെയുള്ള കാലഘട്ടം, ഏകദേശം 70 വർഷത്തോളമാണ് ഈ സ്വഭാവമുള്ള സഭ. ഈ സ്വഭാവമുള്ള സഭ. സഭയെന്ന് പറഞ്ഞാൽ മൊത്തം സഭയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ സഭകളും ചേർന്നുള്ള, അന്നുള്ള എല്ലാ സഭകളും ചേർന്നുള്ളത് ഈ എഫെസോസ് സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എഴുതുകയാണ്. എഫെസോസ് സഭയ്ക്കും ഇത് തന്നെയായിരുന്നു സ്വഭാവം. അപ്പോ എഫെസോസ് സഭ ഇവിടെ റെപ്രസെന്റ് ചെയ്യാണ് മറ്റു സഭകളെയെല്ലാം. അന്നുണ്ടായിരുന്ന കുറച്ച് സഭകളെ ഉള്ളല്ലേ അന്ന്. ആ സഭകളെയെല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്നത് എഫെസോസ് സഭയാണ്. ആ എഫെസോസ് സഭയുടെ സ്വഭാവങ്ങൾ പറയുമ്പോൾ ഇത് അന്നുണ്ടായിരുന്ന മറ്റു സഭ, എഫെസോസ് സഭയെയും റെപ്രസെന്റ് ചെയ്യുന്നു, അന്നുണ്ടായിരുന്ന എല്ലാ സഭകളെയും റെപ്രസെന്റ് ചെയ്യുന്നു, പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാ സഭകളും ഇന്നുള്ള സഭകളെയും റെപ്രസെന്റ് ചെയ്യുന്നു. പിടികിട്ടിയോ ഇത് ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫെസോസ് സഭയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് എന്നിലും ഉണ്ടാവും. ഈ എഫെസോസ് സഭയുടെ സ്വഭാവം, ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയാ. എഫെസോസ് സഭയുടെ സ്വഭാവം എന്നിലും ഉണ്ടാകും, ഞാൻ ആയിരിക്കുന്ന സഭയിലും ഉണ്ടാകാം, ഇന്നത്തെ ലോകത്തിലും ഉണ്ടാകാം. പിന്നെ അന്നുണ്ടായിരുന്നു, ആർക്ക്? അന്ന് എഫെസോസ് സഭയിലും ഉണ്ടായിരുന്നു. ആ എഫെസോസ് സഭ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റു സഭകൾ അന്നുണ്ടായിരുന്നു. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇത് പഠിക്കാനായിട്ട് എളുപ്പം കഴിയും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എടുത്തതിൽ ഇനി അടുത്ത ക്ലാസ് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും കേട്ടോ. ഈ 7 സഭകളെ കുറിച്ച് ഞാൻ ഓടിച്ചങ്ങ് എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഉണ്ടോ ഇതിൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും? ഈ 7 കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഈ കാലഘട്ടങ്ങളെ പരിശോധിക്കുമ്പോൾ, ഈ കാലഘട്ടങ്ങളെ വെച്ച് ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ പറയും. ഈ കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടം തീർന്നിട്ടൊരു കാലഘട്ടം എന്ന് ചിലയിടത്ത് വരത്തില്ല. ഓക്കെ, ചോദിച്ചത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ജെയിംസ് ഹോൾ ചോദിച്ചത് ഈ കാലഘട്ടങ്ങളാണോ എന്നുള്ളതിന് നമുക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ കാലഘട്ടങ്ങളാണെന്നുള്ളതിന് അങ്ങനെ ആണെന്ന് ബൈബിളിലോ നമുക്കിങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത്രയും 2000 വർഷം ആയി കഴിഞ്ഞപ്പോൾ ഈ ഓരോ എഫെസോസ് സഭയുടെ കാലഘട്ടം എഫെസോസ് സഭയെ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ ഈ 2000 വർഷത്തെ സഭകളുടെ ചരിത്രം വെച്ചിട്ട് നോക്കുമ്പോൾ ഏകദേശം മാച്ചാകും. ഇങ്ങനെ ഓരോ സഭകളെ കുറിച്ച് വരുമ്പോൾ ഇതിങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ 7 സഭകളിലേതും എല്ലാം വന്നിട്ട് സീരീസ് അല്ല. അതായത് എന്ന് പറഞ്ഞാൽ ഒന്ന് തീർന്ന് ഒന്ന് എന്നുള്ളതല്ല. ചില സഭകൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പഠിക്കും മനസ്സിലാവും. ഞാനിപ്പോഴും അതിന്റെ സസ്പെൻസ് കളയാഞ്ഞതാണ്. അപ്പോൾ ചില സഭകൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, ചില സഭകൾ തീർന്നിട്ട്. ഇപ്പൊ 100 എന്ന് പറയുമ്പോൾ എഫെസോസ് സഭ 100 വരെയുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഈ എഫെസോസ് സഭയുടെ സ്വഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട്, നടന്ന കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. കാരണം അത് ഒന്നുകൂടെ, കാരണം അത് യോഹന്നാന് ജീവനോടിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. എഫെസോസ് സഭയോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളതെല്ലാം കുറച്ചൊക്കെ യോഹന്നാൻ അറിയാവുന്ന, ബാക്കിയൊക്കെ പ്രവചനത്തിലാണ്. അപ്പോൾ പിന്നെ ഉള്ളതെല്ലാം നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ചില കാര്യങ്ങൾ പറയുമല്ലോ. അന്ന് ആ വ്യക്തി പറഞ്ഞത് ഇപ്പോഴാ എനിക്ക് മനസ്സിലായെന്ന് പറയും. അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം?
ആ പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഐഡിയ അല്ലെങ്കിൽ ചിന്താഗതിയായിട്ടിരുന്നു. പക്ഷേ വെൻ ഇറ്റ് ഹാപ്പൻസ് നൗ, ആ കാര്യം ഇപ്പൊ സംഭവിക്കുമ്പോൾ എനിക്ക് ബന്ധപ്പെടുത്താനായിട്ട് കഴിയും, കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ പറഞ്ഞ പിടി കിട്ടിയോ? അത് പറഞ്ഞ പിടി കിട്ടി. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനല്ലേ പറയുന്നത്, ഞാനങ്ങനെ പറയുന്നത്. കറക്റ്റ്. ഇസ്രായേലിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ അത്തിവൃക്ഷം തളിർക്കുമെന്ന് പറയുമ്പോൾ അന്ന് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. പക്ഷെ വെൻ ഇറ്റ് ഹാപ്പൻഡ് വി ട്രൈ ടു റിലേറ്റ് വിത്ത് ദാറ്റ്. നല്ലൊരു ഉദാഹരണം, റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ റിലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോ ഈ വെളിപ്പാട് പുസ്തകം ശരിക്കും പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പൊ പഠിക്കുന്നവർക്കാണ്, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കുമ്പോഴാണ് ഈ വെളിപ്പാട്. അതുകൊണ്ടാണ് ഈ ലേറ്റർ ഇയേഴ്സിൽ അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അവസാനം, യുഗം എന്ന് പറയുമ്പോൾ ഈ 2000 വർഷത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വെളിപ്പാട് പുസ്തകം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതിന് കാരണം ഇതെല്ലാം നടന്നതുകൊണ്ടാണ്. ബന്ധപ്പെടുത്താൻ ഈസിയാണ്. ഞാനത് പറഞ്ഞല്ലോ, നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതാണെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. അത് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ നല്ല ഒരു ഇൻസൈറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ബ്രദർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എഫെസോസ് സഭയുടെ ലവോദിക്യ സഭ എന്നാണ് ഇപ്പോൾ സാധാരണ പറയുന്നത്. ഈ കാലയളവിനെ പറയുന്നത് ലവോദിക്യ സഭ എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അതായതുകൊണ്ട് പറയും. എന്നാൽ എഫെസോസ് സഭയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നുള്ള സഭകളിൽ ഈ 7 സഭകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓരോ സഭകളിലുമുണ്ട്. ചില സഭകളൊക്കെ എഫെസോസ് സഭ പോലെ തന്നെയാണ്, ചില സഭകളൊക്കെ ലവോദിക്യ സഭ പോലെ തന്നെയാണ്. സഭാവിഭാഗങ്ങൾ അതേപോലെയാണ്. സഭാവിഭാഗങ്ങൾ അതുകൂടെ ഞാൻ പറയണം. സഭാവിഭാഗങ്ങളും ഞാൻ പറയുന്നത് ഓരോ ബ്രദറൻ, പെന്തക്കോസ്ത് അല്ലെങ്കിൽ CSI ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, കത്തോലിക്ക എടുത്തു കഴിഞ്ഞാലും ഈ സ്വഭാവങ്ങൾ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതൊരു ഒരു വലിയൊരു കൺസെപ്റ്റ്. നമുക്ക് ഈ 7 സഭകളുടെ സ്വഭാവങ്ങൾ എടുത്ത് നോക്കുക. എന്നിൽ ഈ സ്വഭാവമുണ്ട്. ഒരു സഭയിൽ തന്നെ പല വ്യക്തികളുണ്ടാവും. എഫെസോസ് സഭയുടെ സ്വഭാവത്തിലിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവും, ചിലർ ലവോദിക്യ സഭയുടെ സ്വഭാവത്തിലായിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഈ അത്തിവൃക്ഷം തളർത്തും എന്നുള്ളത് നമ്മൾ 1948 ഇസ്രായേൽ ഉണ്ടായതുമായിട്ട് ബന്ധപ്പെടുത്താണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഫറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് ആധികാരികമായിട്ടോ ഉറപ്പിച്ചോ ഒന്നും പല കാര്യങ്ങൾ പറയാനായിട്ട് ഒക്കത്തില്ല. സഹോദരൻ പറഞ്ഞ പോലെ അത്തിവൃക്ഷം തളർത്തുന്നത് 1949 ഒരാൾ പ്രസംഗിക്കുമ്പം പറയും അത്തിവൃക്ഷം തളർത്തി ഇപ്പൊ കർത്താവ് വരുമെന്ന് 1949, 48 ശേഷം അദ്ദേഹം പറയും. അപ്പോൾ അതുകൊണ്ട് ഈ അത്തിവൃക്ഷം തളർത്തിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങളായി. എന്നാലും ദ ഫുൾനെസ് ഓഫ് അത്തിവൃക്ഷം തളർക്കുന്നതിന്റെ ഫുൾനെസ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ഇപ്പോ നമ്മുടെ മിസോറാമിൽ നിന്നും ഒക്കെയുള്ള ഒരു ബാച്ച് കൂടെ ഇസ്രായേലിലേക്ക് പോയിരിക്കുക, അല്ലേ? ജനറ്റിക് ഇതൊക്കെ ചെയ്തിട്ട് DNA ടെസ്റ്റിംഗ് ചെയ്തിട്ട് അവര് യഹൂദന്മാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് കുറെ പേര് വീണ്ടും പോയിട്ടുണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പാടായിരുന്നു. എന്നാൽ ഇപ്പോഴും അവരെ കുറെ പേര് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളവര് പോയി ചേരേണ്ടതായിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ കാര്യപരിപാടികളിൽ രക്ഷിക്കപ്പെടാനായിട്ട് ഏതോ ഒരു വ്യക്തിയൊക്കെ ഇനിയും ഇരിപ്പുണ്ട്, അല്ലേ? ആ വ്യക്തിയും കൂടെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ കർത്താവ് വരും. നമുക്കറിയില്ല. ടൈം കർത്താവിനും അറിയില്ല, പിന്നെ ആർക്കും അറിയുന്നേ? പിതാവിന് മാത്രമാണ്. അതുകൊണ്ട് നമുക്കത് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നിർത്താം നമുക്ക്.